നമസ്കാരം പ്രിയപ്പെട്ടവരെ. 2-3 മാസം കഴിഞ്ഞാൽ ലോക്സഭ ഇലക്ഷനൊക്കെയാണ് വരാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് വോട്ടർ ഐ ഡി ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണ്ടേ? പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ളവർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ വോട്ടർ ഐ ഡി ലിസ്റ്റിൽ ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. അഥവാ നിങ്ങളുടെ വോട്ടർ ഐ ഡി നഷ്ടപ്പെട്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. പുതിയ വിവരങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. കൊടുത്ത വിവരങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ അത് മാറ്റാൻ പറ്റും. പേര്, അഡ്രസ്സ്, എല്ലാ കാര്യങ്ങളിലും. അതോടൊപ്പം തന്നെ പുതിയ ഫോട്ടോ മാറ്റാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ എന്ന് പറയുന്നത്. അതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. സൈറ്റ് വഴി കാണിക്കാം. ഇതിൽ ഓൾറെഡി എനിക്ക് വോട്ടർ ഐ ഡി ലിസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ പുതുതായിട്ട് എങ്ങനെ എടുക്കണം എന്നുള്ളത് ഞാൻ കാണിക്കുന്നില്ല. മാത്രമല്ല നിങ്ങൾ സ്വയം ഓൺലൈനായിട്ട് ചെയ്യേണ്ട. എന്തെങ്കിലും തകരാറ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാനും ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ, CSC, മറ്റു ജനസേവന കേന്ദ്രങ്ങളിലൊക്കെ പോയിട്ട് വോട്ടർ ഐ ഡിക്ക് അപ്ലൈ ചെയ്യുക, പുതുതായിട്ട് ചെയ്യുന്നവർ കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. അതിനായിട്ട് നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോവുക. എന്നിട്ട് വോട്ടർ ഐ ഡി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ വരും, വോട്ടർ ഹെൽപ്പ് ലൈൻ എന്ന് പറഞ്ഞിട്ട്. അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. അതിൽ കണ്ടോ മുകളിൽ സെർച്ച് യുവർ നെയിം ഇൻ ഇലക്ടോറൽ റോൾ. ആദ്യം നമുക്ക് നമ്മളുടെ വോട്ടർ ഐ ഡിയിൽ ഉണ്ടോ എന്നുള്ളത് നോക്കിയാലോ. ഇങ്ങനെ എടുക്കുക. അപ്പോൾ അതിൽ കണ്ടോ അറ്റത്ത് സെർച്ച് ബൈ EPIC നമ്പർ. ഇത് വോട്ടർ ഐ ഡി നമ്പറാണ് കേട്ടോ. അപ്പോൾ എൻ്റർ യുവർ EPIC നമ്പർ എന്നുള്ളവിടെ നിങ്ങളുടെ വോട്ടർ ഐ ഡി നമ്പർ കൊടുക്കുക. പിന്നെ ഡിസ്ട്രിക്റ്റും കൊടുത്ത് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതങ്ങനെ വരും. ഇങ്ങനെ വന്നതിൽ നിങ്ങളുടെ ബൂത്ത്, വാർഡ്, നിയോജക മണ്ഡലമൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ലിസ്റ്റിലുണ്ട്. ഉണ്ടാകാതെ എവിടെ പോകാനാ? എന്തായാലും ഉണ്ടാകും. എന്നാലും ഒന്ന് ഉറപ്പ് വരുത്തുക. ഇനി നമുക്ക് വോട്ടർ രജിസ്ട്രേഷൻ എന്നുള്ളത് കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വരും. അതിൽ നമ്മൾ ഏത് ക്ലിക്ക് ചെയ്താലും നമ്മൾ ആദ്യമായിട്ടൊന്ന് രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ കറക്ഷൻ ഓഫ് എൻട്രീസ് ഫോം 8 എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെ കണ്ടോ, നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവർ ന്യൂ യൂസർ എന്നുള്ള ഇവിടെ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യാൻ നിങ്ങളുടെ ഫോൺ നമ്പറൊക്കെ വെച്ചിട്ട് കേട്ടോ. ഞാനിവിടെ ഓൾറെഡി ഉള്ളത് കൊണ്ട് തന്നെ അത് ഞാൻ നേരെ മൊബൈൽ നമ്പർ കൊടുത്ത് പാസ്വേഡ് കൊടുത്തിട്ട് മുന്നിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഈ പാസ്വേഡ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP കൂടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റും. ലോഗിൻ നൗ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഇതെങ്ങനെ വരും കണ്ടോ. ഇതിൽ മൈ നെയിം ഈസ് വോട്ടർ മിത്ര എന്നൊക്കെ പറഞ്ഞിട്ട് കാണും. അതിൽ ലെറ്റസ്റ്റ് സ്റ്റാർട്ട് എന്നുള്ളത് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ്ടോ, ഡു യു ഹാവ് ആൾറെഡി വോട്ടർ ഐ ഡി നമ്പർ. വോട്ടർ ഐ ഡി നമ്പർ ഉണ്ടെങ്കിൽ അവർ കൊടുക്കുക കേട്ടോ. എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക. ഒന്നുകൂടെ വോട്ടർ ഐ ഡി നമ്പർ കൊടുക്കാൻ വേണ്ടി പറയും. പിന്നെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാൻ പറയും. അത് കഴിഞ്ഞിട്ട് ഫെച്ച് ഡീറ്റെയിൽസ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ വിവരങ്ങളെല്ലാം വരും. അത് കറക്റ്റ് അല്ലേ എന്നുള്ളത് നോക്കുക. കറക്റ്റ് ആയിരിക്കും. കാരണം നല്ലൊരു ഐഡിയ ആണല്ലോ ഈ വോട്ടർ ഐ ഡി എന്നുള്ളത്. എന്നിട്ട് കണ്ടോ നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അവിടെ ആധാർ നമ്പർ കൊടുക്കാൻ പറയും. നിങ്ങൾ ഓൾറെഡി ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആധാർ നമ്പർ അവിടെ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ നമ്പർ കൊടുക്കുക. പിന്നെ ഇമെയിൽ ID അതും കൊടുക്കുക. അതും കൊടുത്തിട്ട് നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കണ്ടോ ഷിഫ്റ്റിംഗ് ഓഫ് റെസിഡൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണും. നമ്മളിവിടെ നഷ്ടമായാൽ എങ്ങനെ എടുക്കുക എന്നുള്ള കേട്ടോ ഈ ആദ്യം കാണിച്ചത്. അതുകൊണ്ട് അതിൽ കണ്ടോ മൂന്നാമത്തെ ഇഷ്യൂ ഓഫ് റീപ്ലേസ്മെന്റ് EPIC വിത്തൗട്ട് കറക്ഷൻ എന്നുള്ളത് കാണും. അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കണ്ടോ ലോസ്റ്റ്, ഡിസ്ട്രോയിഡ്, മ്യൂട്ടിലേറ്റഡ് എന്നുള്ളത് കാണും. അതിൽ മൂന്നാമത്തെ മ്യൂട്ടിലേറ്റഡ് കൊടുത്താൽ മതി. മറ്റു രണ്ടാണെങ്കിൽ നിങ്ങൾ FIRന്റെ കോപ്പി സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് മ്യൂട്ടിലേറ്റഡ് എന്നുള്ളത് കൊടുക്കുക. താഴത്തെ ടിക്ക് മാർക്ക് ഉണ്ടോ ഐ ഹിയർ ബൈ റിട്ടേൺ മൈ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. അതിൽ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക. ഞാനും ഇത് ചെയ്യാണ് കേട്ടോ. എൻ്റെയും വോട്ടർ ഐ ഡി പഴയതായി ഒന്ന് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാണ്. എന്നിട്ട് നിങ്ങളുടെ ഡീസും കൂടെ കൊടുത്ത ശേഷം ഡൺ എന്നുള്ളത് കൊടുത്താൽ ഇതെങ്ങനെ വരും, മൊത്തം വിവരങ്ങൾ നമ്മുടെ തന്നെ ആണോ എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് താഴത്ത് കണ്ടോ കൺഫേം എന്നുള്ളത് വരും. കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ഇതെങ്ങനെ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ടൊരു ഗ്രീൻ കളറിൽ വരും. യുവർ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി ഓൺ ഡേറ്റ് പറഞ്ഞിട്ട്. ഇനി നിങ്ങളുടെ വീട്ടിലേക്ക് ഇത് തപാലിൽ വരുന്നതാണ് പറയുന്നത്. നമുക്ക് നോക്കാം എത്ര ദിവസത്തിൽ വരുമെന്ന് എനിക്കറിയില്ല. കുറച്ച് ദിവസം കൊണ്ട് വരും. ഈ വീഡിയോ കാണുമ്പോൾ ഇപ്പോൾ തന്നെ ചെയ്തോളൂ കേട്ടോ. അല്ല ചിലർ കമൻറ്റ് ചെയ്ത് ചോദിക്കുക എത്ര ദിവസത്തിൽ വരുന്നുള്ളത്. കാരണം പല കാര്യങ്ങളും ഇപ്പോൾ ഡിലേ വരുന്നുണ്ട്. എന്നാലും ഒരു 10-12 ദിവസത്തിലൊക്കെ വരേണ്ടതാണ്. അങ്ങനെ ചെയ്തിട്ട് വന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള എന്താ, നമുക്ക് കറക്ഷൻ, അതായത് ഫോട്ടോ മാറ്റണം, മറ്റെന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ആ വോട്ടർ രജിസ്ട്രേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഏതെങ്കിലും കറക്ഷൻ ഓഫ് എൻട്രീസ് ഫോം 8 എന്നുള്ളതിൽ അത് ക്ലിക്ക് ചെയ്യുക. ഈ വന്ന പോലെ തന്നെ ഈ ചെയ്ത പോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ പോവുക. ഓക്കെ എന്നുള്ളത് കൊടുക്കുക. കണ്ടോ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക. കേരള സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ വരും, നെക്സ്റ്റ് കൊടുക്കുക. അതിൽ വീണ്ടും നിങ്ങൾ ആധാർ കാർഡ് നമ്പർ, ഫോൺ നമ്പർ, ഇമെയിൽ ID ഇത് മൂന്നും കൊടുക്കുക. നമ്മൾ തുടക്കത്തിൽ കാണിച്ചതുപോലെ തന്നെ. എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ആദ്യം കണ്ടോ ഷിഫ്റ്റിംഗ് ഓഫ് റെസിഡൻസ്, കറക്ഷൻ ഓഫ് എൻട്രീസ് എക്സിസ്റ്റിംഗ് ഇലക്ടോറൽ റോൾ രണ്ടാമത്തെ എടുക്കുക കേട്ടോ. ആദ്യത്തെ നമ്മൾ അഡ്രസ്സ് റെസിഡൻസ് മാറുകയാണെങ്കിലാണ് രണ്ടാമത്തെ എടുക്കുക. നമ്മളുടെ ഉള്ളതിലുള്ള കറക്ഷൻസ് മാറ്റാനുള്ള കാര്യങ്ങളാണ് ഇതിൽ ചെയ്യേണ്ടത്. നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ അതിൽ പേര്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, റിലേഷൻഷിപ്പ് അങ്ങനെ പല കാര്യങ്ങളും വരും. നിങ്ങൾക്ക് അതിൽ മാറ്റാനുണ്ടെങ്കിൽ മാറ്റാനുള്ളത് കൊടുക്കുക. എന്നിട്ട് അതിന് വേണ്ട ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യേണ്ടി വരും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഫോട്ടോ മാറ്റാനാണ് കൊടുക്കുന്നത്. ഏറ്റവും താഴ്ത്തു വന്നാൽ കാണാൻ പറ്റും ഫോട്ടോ എന്നുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ കണ്ടോ ഇവിടെ അപ്ലോഡ് പിക്ചർ എന്നുള്ളത് കാണും. 200 KB സൈസ് കൂടരുതെന്നുണ്ട്. സൈസ് എങ്ങനെ കുറയ്ക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം.
എന്നിട്ട് നെക്സ്റ്റ് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ പുതിയ ഫോട്ടോ വെച്ചുള്ള കാർഡ് കിട്ടും. പറഞ്ഞ പോലെ എത്ര ദിവസത്തിൽ വരും എന്നറിയില്ല, എന്തായാലും ചെയ്തു വെക്കും. പിന്നെ ഇതിൽ നിങ്ങൾക്ക് സൈസാണ് ഒരു പ്രശ്നം. ഇന്നത്തെ കാലത്ത് ഫോണിലൊക്കെ നല്ല മെഗാ പിക്സലുള്ള ക്യാമറ ആയതുകൊണ്ട് എങ്ങനെ സെൽഫി എടുത്താലും 2 MB കൂടുതലുണ്ടാവും. ഇവിടെ 200 KB പാടുള്ളൂ. അതിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ ആ ഫോട്ടോ വേറൊരാളുടെ ഫോണിൽ എടുത്തിട്ട് അതൊന്ന് വാട്സപ്പിൽ അയച്ചു തരാൻ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലുള്ള ഫോട്ടോ വാട്സപ്പിൽ അയാൾക്ക് അയച്ചു കൊടുത്തിട്ട് തിരിച്ചയക്കാൻ പറയുക. വാട്സപ്പിലൂടെ നമുക്ക് കിട്ടുക എന്തായാലും കംപ്രസ് ചെയ്തുള്ള ഫോട്ടോ ആയിരിക്കും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ റീസൈസ് ഇമേജ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ തിരഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ റിസൾട്ട് വരും. അതിൽ ഏതെങ്കിലും ഒന്നിൽ കയറിയിട്ട് നിങ്ങളുടെ ഫോട്ടോ റീസൈസ് ചെയ്യാം. 200 KB താഴെയുള്ളതേ ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോട്ടോ മാത്രമല്ല പേര് അങ്ങനെ എന്ത് മാറ്റം വരുത്തുന്നു അതിനുള്ള ഡോക്യുമെന്റ് സപ്പോർട്ട് ഡോക്യുമെന്റ് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരും. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. പുതിയ രജിസ്ട്രേഷൻ വീണ്ടും പറയുന്നു, നിങ്ങൾ അടുത്തുള്ള അക്ഷയ, CSC മറ്റ് ജനസേന കേന്ദ്രങ്ങളിൽ പോയിട്ട് ചെയ്യുക. കാരണം എന്തെങ്കിലും തെറ്റ് വരണ്ടെന്ന് പറഞ്ഞിട്ടാണ്. തെറ്റ് വന്നാൽ ഇതിലൂടെ എന്താ ചെയ്യണമെന്നുള്ളത് എനിക്കറിയില്ല. ഞാനും സ്ഥാപനമൊന്നുമില്ല. ഉള്ള കാര്യങ്ങളാണ്, ഞാൻ ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇലക്ഷൻ വരാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഫെബ്രുവരിയിലൊക്കെ അത് പ്രഖ്യാപിക്കുന്നുണ്ടാവും. ഏപ്രിൽ മെയ്യിലൊക്കെ ഇലക്ഷൻ ഉണ്ടാവും. അപ്പോൾ പോയിട്ട് ധൃതിയിൽ ചെയ്യാൻ നിൽക്കണ്ട. ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ അതൊക്കെ ഒന്ന് എല്ലാവരും ചെയ്യൂ. പറ്റുന്ന കാര്യങ്ങളെല്ലാം ഫോണിലൂടെ ചെയ്യാൻ പറ്റും. അതിൽ നിങ്ങൾ റെസിഡൻസ് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ നിന്ന് മാറിയിട്ട് അല്ലെങ്കിൽ വീട്ടഡ്രസ് മാറിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ആദ്യത്തെ ഓപ്ഷനാണ് കേട്ടോ ക്ലിക്ക് ചെയ്യേണ്ടത്. ആ വീഡിയോയിൽ ആ ഓപ്ഷൻ കാണിക്കേണ്ടത്. എല്ലാം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. നിങ്ങൾക്ക് ഏതാണോ അനുയോജ്യമായത് അതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇതെല്ലാവരും ചെയ്തു നോക്കുമല്ലോ. മറ്റുള്ളവരിലേക്ക് ദയവായിട്ട് ഈ വിവരം ഒന്ന് അറിയിക്കൂ, ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ട് എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിടട്ടെ. നിങ്ങൾ കല്യാണം കഴിയാത്തവരുണ്ടെങ്കിൽ നമ്മളൊരു മാട്രിമോണി തുടങ്ങിയിട്ടുണ്ട്. sbmatrimony.com എന്നുള്ള പേരിൽ ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ജനുവരി 31 വരെ ചെയ്യുന്നവർക്ക് ഫ്രീ ആണ്. മാത്രമല്ല കുറച്ചു കാലം കൂടെ ഈ ഫ്രീ ഓഫർ ഉണ്ടാവും, നിറയെ പ്രൊഫൈൽസ് വരുന്നത് വരെ. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിനൊക്കെ എന്തായാലും ഭാവിയിലും ഫ്രീ ആയിരിക്കും. അപ്പം നിങ്ങൾ ഈ കാണുന്നവരെല്ലാവരും അതിലൊന്ന് രജിസ്റ്റർ ചെയ്യൂ. കല്യാണം കഴിയാത്തവരെ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതിൽ കൊടുത്തിരിക്കുന്ന സൈറ്റിൽ കയറിയിട്ട് നോക്കിയാൽ മതി കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുകയും ചെയ്യാം. എൻ്റെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിലും ഫസ്റ്റ് കമൻറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ വലിയ വീഡിയോസ് ഒന്നും വളരെ കുറച്ച് ആൾക്കാരെ കാണുള്ളൂ. എല്ലാവരും കൂടുതൽ ഷോർട്സിലേക്കാണ് കാണുന്നതായിട്ട് മാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും നമ്മൾ ഷോർട്സ് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് വിധത്തിൽ കണ്ട് നിങ്ങൾക്ക് വിവരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ എല്ലാ ലിങ്ക് ആദ്യത്തെ കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ പോയിട്ട് ജോയിൻ ചെയ്യുകയോ ഫോളോ ചെയ്യുകയോ കാണുകയും ചെയ്യുമോ. ഓക്കെ, എന്നാൽ ശരി പ്രിയപ്പെട്ടവരെ, അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തോ. എന്തായാലും കെട്ടണം. അപ്പൊ പിന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള ആളെ തന്നെ അങ്ങോട്ട് കെട്ടിക്കൂടെ. www.sbmatrimony.com. നാം എന്നതിൽ നിന്ന് നമ്മളിലേക്കൊരു ചുവടുവെപ്പ്. എല്ലാവർക്കും രജിസ്ട്രേഷൻ ഫ്രീ ആണ്. വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന വെബ്സൈറ്റ്. കേരളത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ മെമ്പർഷിപ്പ് പ്ലാൻ. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ.